ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജീവൻ ഉത്സവ് എന്ന പോളിസി ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു പോളിസിയാണ്. ലൈഫ് ലോങ് നമുക്ക് പെൻഷൻ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. ഇൻകം ടാക്സ് ആനുകൂല്യങ്ങളും ലഭിക്കും. ഒരു 5 വർഷം പ്രീമിയം, ഒരു 5 തവണ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാർദ്ധക്യകാലം സേഫാവും. ഇത് നൽകുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന ലോകപ്രസിദ്ധമായ സ്ഥാപനത്തിൽ നിന്നാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പരിപൂർണ ഗ്യാരണ്ടിയുള്ള സ്ഥാപനം. കൂടാതെ സ്വാഭാവികമായിട്ടും എൻ്റെ ഈ 46 വർഷത്തെ അനുഭവത്തിൽ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ സ്ഥാപനം തകർന്നു പോയി കഴിഞ്ഞാൽ, സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പണത്തിന് എന്ത് സുരക്ഷിതത്വമുണ്ട്? അതിന് ആദ്യത്തെ മറുപടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 100% സോവറിൻ ഗ്യാരണ്ടിയാണ്. രണ്ടാമത്, ഇപ്പോൾ നമുക്ക് പറയാവുന്ന ഏറ്റവും വലിയൊരു അനുയോജ്യമായ ഘടകം, ഗൂഗിൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് LICയുടെ ആസ്തി എത്രയെന്നുള്ളത് നമുക്ക് സെക്കൻഡ് കൊണ്ട് അറിയാം. നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ അടിച്ചാൽ നമുക്കറിയാം ഇന്നത്തെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്തി എത്രയെന്നും അതിൻ്റെ വളർച്ച നെഗറ്റീവാണോ പോസിറ്റീവാണോ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും സുരക്ഷിതമായി ഈ നിക്ഷേപം നടത്താൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായൊരു സ്ഥാപനം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. എന്തുകൊണ്ടും നമ്മുടെ സുരക്ഷിതത്തിൻ്റെ കാര്യത്തിലായാലും നിക്ഷേപത്തിൻ്റെ കാര്യത്തിലായാലും ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഇപ്പോൾ നമ്മളുടെ പണം നമ്മുടെ പണമാണ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമായതുകൊണ്ട് നമ്മുടെ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ വളർച്ച, ഉയർച്ച, താഴ്ച എല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് വിരൽ തുമ്പിൽ കണ്ടുകൂട്ടിയിരിക്കാൻ സാധിക്കും. ഇന്ന് ഇന്ത്യയിലുള്ള പല വ്യക്തികളും നിക്ഷേപിക്കുന്ന സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിന് മൊത്തം എത്ര പൈസയുണ്ട്, എത്ര ആസ്തിയുണ്ട്, അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ ആസ്തി വട്ടപൂജ്യമാണോ, അല്ലെങ്കിൽ നിക്ഷേപത്തെക്കാളും കൂടുതൽ ലൈബിലിറ്റീസ് സ്ഥാപനത്തിലുണ്ടോ, ഇതൊന്നും അറിയാനായിട്ടുള്ളൊരു യാതൊരു മാർഗവുമില്ല. ഇപ്പോൾ നമ്മൾ പല ആളുകളും ഇവിടെ നിക്ഷേപം നടത്തുന്നത് അത് എവിടെയുള്ള സ്ഥാപനം, അതും വലിയ പ്രസിദ്ധമാണ്, അതിന് എത്ര ആസ്തിയുണ്ട് അതറിയില്ല. അതിൻ്റെ പ്രവർത്തനം മേഖലകളുടെ എങ്ങനെയാണ്, ഇപ്പോൾ അവർ ആസ്തി എത്ര നിക്ഷേപം ജനങ്ങളിൽ നിന്ന് എത്ര വാങ്ങിച്ചിട്ടുണ്ട്, ഈ സ്ഥാപനം എത്ര ലൈബിലിറ്റി ഉണ്ട്, ഇതൊന്നും അറിയില്ല. നമുക്ക് പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങളുടെ വരെയും അവസ്ഥ ഇതാണ്. ഞാനിപ്പോൾ ഓരോന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്ഥാപനങ്ങളിൽ തന്നെ പല സ്ഥാപനങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയുണ്ട്, അതിൻ്റെ ആസ്തി എത്രയുണ്ട്, അതിൻ്റെ ലയബിലിറ്റി എത്രയുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. പക്ഷേ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ കഴിഞ്ഞ 69 വർഷം, 70ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു, 69 വർഷമായിട്ട് നിരന്തരമായി പടിപടിയായി വളർന്ന് ലാഭത്തിൻ്റെ കണക്ക് മാത്രമേ ഉള്ളൂ. നഷ്ടത്തിൻ്റെ ഒരു വർഷം പോലും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അത്രയും സുരക്ഷിതമായ സ്ഥാപനങ്ങൾ വളർന്ന് ലോകോത്തര നിലവാരത്തിലെത്തി ലോകത്തിലെ 3ാം സ്ഥാനത്തിന് ഇൻഷുറൻസ് കമ്പനികളിൽ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സംശയിക്കും, ഇതൊക്കെ വലിയ വളർച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും വലിയ ഒരു തകർച്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരണ്ടി 100% ഉണ്ട്. നിക്ഷേപത്തിനും കോർപ്പറേഷൻ വാഗ്ദാനം ചെയ്യുന്ന തുകയ്ക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 100% ഗ്യാരണ്ടിയാണ്. അതിന് പുറമെ കോർപ്പറേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നമുക്ക് ഗൂഗിൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിൽ കയറി അറിയാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിൽ കയറി അറിയാം. കൂടാതെ ചാനലുകളിലും അതുപോലെ മറ്റുള്ള മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഓരോ സെക്കൻഡിലും കോർപ്പറേഷൻ വളർച്ച, താഴ്ച, ആസ്തി, അതായത് ഷെയർ മാർക്കറ്റ് വാല്യൂ, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെ പോലെ തന്നെ നമുക്കൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം നമ്മളെവിടെ ഇന്ന് ടെക്നോളജി ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ ലോകത്തിൽ എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ആ സെക്കൻഡിൽ എത്ര ലാഭമുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു വ്യക്തി പല ടൗണുകളിലും 100 കണക്കിന് സൂപ്പർ മാർക്കറ്റുകളുടെ ശൃംഖല പ്രവർത്തിക്കുന്നു. അങ്ങേരെ സംബന്ധിച്ച് അത് നെറ്റ്വർക്ക് അധിഷ്ഠിതമാണെങ്കിൽ അങ്ങേർക്ക് ഓരോ സെക്കൻഡിലും അദ്ദേഹത്തിൻ്റെ ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണ്, എത്ര സെയിൽസ് നടന്നു, എത്ര ടേൺ ഓവർ ഉണ്ട്, ഓരോ ഷോപ്പിലും എത്ര ടേൺ ഓവർ ഉണ്ട്, ഷോപ്പ് തിരിച്ചെടുക്കാം,
പ്രോഡക്റ്റ് ബേസ്ഡ് ചെയ്തിട്ടാണെങ്കിൽ പ്രോഡക്റ്റ് ബേസ് ചെയ്തിട്ട് തിരിച്ചെടുക്കാം. അങ്ങനെ ഏത് കൗണ്ടിൽ അങ്ങേർക്ക് അവിടെ ഇരുന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാലും അങ്ങേരെ സ്ഥാപനത്തിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് നഷ്ടമാണ്, എവിടെ നഷ്ടമെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുവരെയും കണ്ടുപിടിക്കാനുള്ള എല്ലാ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംവിധാനം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ഥാപനം, നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന പണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിനകത്ത് അതിൻ്റെ ലാഭനഷ്ടം, സ്ഥാപനത്തിൻ്റെ ലാഭനഷ്ടം എന്തൊക്കെയാണെന്ന് അറിയാനായിട്ടുള്ള സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനി സ്ഥാപനം വലിയ വളർച്ചയിലൊക്കെ പോകണം, എനിക്കിപ്പോൾ അതിനകത്ത് നിക്ഷേപിക്കാനായിട്ട് തുടരാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക, എന്തോ വ്യക്തിപരമായ കാര്യം. ഇന്നിപ്പോൾ ഇറക്കുന്ന എല്ലാ പോളിസികളും തന്നെ ഒരു വർഷം പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ, പൂർണ്ണമായ വാർഷിക പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് വാങ്ങിക്കാനുള്ള സംവിധാനം വരെയുണ്ട്. ലോൺ എടുക്കാനോ ക്ലോസ് ചെയ്യാനൊക്കെയുള്ള സംവിധാനം IRD നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ച് ഇതിനകത്ത് ഇത്രയും സൗകര്യങ്ങളും സുതാര്യതയും അതുപോലെ തന്നെ ഗ്യാരണ്ടിയും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ഓരോ നിമിഷത്തിലുള്ള വളർച്ചയും താഴ്ചയും എല്ലാം മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ വളരെ കാര്യക്ഷമമായിട്ടുള്ള സർവീസ്, അത് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് സർവീസാണ് LIC തരുന്നത്. നമുക്ക് നമ്മുടെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഇതുവരെ ഇന്ന് പ്രീമിയം അടച്ചിട്ടുണ്ട്, എത്ര നമുക്ക് ഇതിനകത്ത് ബോണസ് ഉണ്ട്, എത്ര ഗ്യാരണ്ടീഡ് എഡിഷൻ ഉണ്ട്, ഇന്ന് മെച്യൂരിറ്റി ആവും, എത്ര ലോൺ എടുക്കണമെങ്കിൽ എടുക്കാം, ഇതിൻ്റെ നോമിനി ആരാ വെച്ചിട്ട്, ഇപ്പോൾ ചിലപ്പോൾ നോമിനി പല പ്രാവശ്യം മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാരൻസിനെ വെച്ചിട്ടുണ്ടാവും, പിന്നെ അങ്ങനെയൊക്കെ മാറി മക്കളുടെ പേര് വെച്ചിട്ടുണ്ടാവും, വൈഫിൻ്റെ പേര് വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ @% എൻ്റെ കുറേ പോളിസികളുള്ള ആളെ സംബന്ധിച്ച് ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് നമ്മുടെ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്കറിയാം എൻ്റെ നോമിനി ആരാ A to Z നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള അവസരമുണ്ട്. പ്രീമിയം തത്സമയം അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാ സൗകര്യവും ഉള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ ഇപ്പോൾ പൊളിഞ്ഞ സ്ഥാപനങ്ങളുടെയൊക്കെ കാര്യം നോക്കുമ്പോൾ അവരെ ആ നിക്ഷേപം എടുത്തിട്ട് എവിടെ നിക്ഷേപിച്ചു, അതിന് അവരുടെ നിക്ഷേപത്തിൻ്റെ റൂട്ട് ഏതാണ്, അത് തിരിച്ചു കിട്ടാൻ വഴിയുള്ള നിക്ഷേപമാണോ, അതോ വ്യാജമായിട്ടുള്ള ട്രാൻസ്ഫറിങ് ആണോ, അതുപോലെ തന്നെ സ്ഥാപനത്തിന് മൊത്തം എത്ര ആസ്തിയും എത്ര ലൈബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ അത് നമുക്കറിയാനായിട്ട് വല്ല വഴിയുണ്ടോ? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ അവസ്ഥ ഇന്ന് നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രെൻഡ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെയർ മാർക്കറ്റിൽ ലാഭമാണോ നഷ്ടമാണോ എല്ലാം മൈനസ് പ്ലസ് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സുരക്ഷിതമായ സ്ഥാപനം, ഇത്രയും കാര്യക്ഷമമായ സ്ഥാപനം, ഒരഴിമതിയില്ലാത്ത സ്ഥാപനം, നിക്ഷേപകനെ സംബന്ധിച്ച് ഈ 69 വർഷത്തിന് ഇടയിൽ ഒരാൾക്കും LIC ഓഫ് ഇന്ത്യയിൽ പണമില്ലാത്തതുകൊണ്ട് പണം കിട്ടാതെ വന്നിട്ടില്ല. പണം ലഭിക്കുന്നതിൻ്റെ കാര്യത്തിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനമാണ്. കാരണം ക്ലെയിം സെറ്റിൽമെൻറ്റിൽ ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അങ്ങനെ ഏത് തരത്തിലും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നമുക്ക് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സേവനവും അതുപോലെ തന്നെ സുരക്ഷിതത്വവും ഗ്യാരണ്ടിയും ലോകോത്തര നിലവാരത്തിലുള്ള സേവനങ്ങളും ലഭിക്കുന്ന ഈ സ്ഥാപനത്തിൽ എന്തുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നിക്ഷേപിക്കാം. കൂടാതെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ പോളിസി സംബന്ധിച്ചുള്ള കൺസൾട്ടൻറ്റിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏജൻറ്റിൻ്റെ സേവനം എല്ലാ സമയവും ലഭ്യമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 46 വർഷമായി ഞാൻ ഈ മേഖലയിൽ ഫുൾ ടൈം പ്രൊഫഷണൽ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു, ചീഫ് അഡ്വൈസറുമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ A to Z കാര്യങ്ങൾ എനിക്ക് ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സെക്കൻഡ് വെച്ച് നമുക്ക് അതിന് ഡാറ്റ എടുക്കാൻ പറ്റും, അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും, അതിൻ്റെ സേവനങ്ങൾ പോളിസി ഹോൾഡേഴ്സിന് ചെയ്യാൻ പറ്റും. ഒരു ലോൺ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അതുവരെ ഇന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തുകൊണ്ടും വളരെയധികം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മികവ് മനസ്സിലാക്കി നമ്മൾ നിക്ഷേപം നടത്തണം. ഇപ്പോൾ പലരും ലാഭത്തിൻ്റെ പിന്നാലെ പോയി എത്രയോ കോടികൾ നഷ്ടപ്പെട്ടു കണ്ണീരും വിലാപമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ആളുകളെ, അവരെ സംബന്ധിച്ച് അവരുടെ ലാഭം കൂടുതൽ കിട്ടണമെന്നുള്ള അത്യാഗ്രഹം, അതിമോഹം
അങ്ങനെ വരുമ്പോൾ നഷ്ടസാധ്യതയുണ്ട്. പലർക്കും നമ്മുടെ നാട്ടിൽ ജീവിതത്തിലും വ്യക്തിപരമായ പരാജയങ്ങളുടെയും പല കാരണം അത്യാഗ്രഹമാണല്ലോ. നമുക്ക് താങ്ങാവുന്ന രീതിയിൽ നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ സുരക്ഷിതമായൊരു നിക്ഷേപം നടത്തുമ്പോൾ നമ്മെ സംബന്ധിച്ച് നമ്മുടെ കാര്യം സുരക്ഷിതമാണ്. വളരെയധികം അക്കാഡമിക്കലി ക്വാളിഫിക്കേഷനും വളരെയധികം റിപ്പോർട്ടർ പേഴ്സൺസ് വരെ ഇന്ന് ഇത്തരത്തിലുള്ള ചതികളിൽ പെടുന്നുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇത് എത്രയോ സ്ഥാപനങ്ങൾ ഓരോ ദിവസവും ഓരോ മാസങ്ങളിലും വരെ നമുക്ക് കേൾക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇത്രയും വലിയ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിനെ 2 വ്യക്തിനോ അല്ലെങ്കിൽ ചുരുക്കം പേരെ കബളിപ്പിച്ചു എന്നല്ലതാ. ഇത് നിരന്തരമായി വർഷങ്ങളായി എത്രയോ ആയിരക്കണക്കിന് ആളുകളെ കബളിപ്പിക്കപ്പെട്ടു. അപ്പോൾ നമ്മളുടെ ഒരു കാര്യം നമുക്ക് യഥാർത്ഥ ബോധം കാര്യം യഥാർത്ഥമായ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള വീഴ്ചയാണ് ഈ സംഭവിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി യഥാവിധി നമ്മൾ വിലയിരുത്തി അത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ശരിയിലൂടെ നടക്കുന്നതിലുള്ള വീഴ്ചയാണ് ഈ പറഞ്ഞ പരാജയങ്ങൾക്ക് കാരണം. അപ്പോൾ അതിനൊന്നും ഇടവരാതെ സുരക്ഷിതമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരണ്ടി, അതുകൂടാതെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സെക്കൻഡ് വെച്ച് നമുക്ക് വെബ്സൈറ്റിൽ കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നു, സ്റ്റോക്ക് മാർക്കറ്റുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ടി വിയിൽ കിട്ടുന്നു, അതുപോലെ ചാനലുകളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും സുതാര്യവും സുരക്ഷിതവും സർവീസ് ഓറിയൻറ്റഡുമായ ഈ സ്ഥാപനം നിരന്തരമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഈ പോളിസി ഉടമകളുടെ സേവനത്തിന് വേണ്ടി ഏജൻറ്റുമാർ സദാ ജാഗരൂകരായി പ്രവർത്തിക്കുന്നു. ഇത്രയും കാര്യക്ഷമമായും ഇത്രയും സേവന തൽപരതയും ഇത്ര സേവന ലഭ്യതയുമുള്ള ഒരു സ്ഥാപനം നമ്മൾ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നിക്ഷേപം നടത്തുക, ഇൻഷുറൻസ് സംബന്ധമായ എല്ലാ കൺസൾട്ടേഷനും വിളിക്കുക. PO ദേവസി, ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ ആൻഡ് ഏജൻറ്റ്. കഴിഞ്ഞ 46 വർഷത്തെ അനുഭവ സമ്പത്തും പ്രായോഗിക പരിജ്ഞാനവും ഈ ഇൻഷുറൻസ് മേഖലകളിൽ വിവിധ കമ്പനികളുടെ പ്രോഡക്റ്റുകളെ പറ്റിയുള്ള നോളജും, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി പ്രവർത്തിച്ച് അനുഭവ സമ്പത്ത് അങ്ങനെ ലോകോത്തര നിലവാരത്തിലുള്ള വിവിധ ഇൻഷുറൻസ് മേഖലയെ പറ്റിയുള്ള വിപുലമായ അറിവ്, അനുഭവ സമ്പത്ത്, പരിചയം, പ്രൊഫഷനോടുള്ള ആത്യന്തികമായ ആത്മാർത്ഥത, ഇത്തരത്തിലുള്ള ക്വാളിറ്റി എല്ലാം ഗ്രാജുവേറ്റാണ്. ഇത്തരത്തിലുള്ള വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ക്വാളിറ്റിയുള്ള ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി LIC ഓഫ് ഇന്ത്യയുടെ അതിന് മാറ്റങ്ങളൊന്നും വരില്ല. പക്ഷേ നമുക്ക് അനുയോജ്യമായ പോളിസി നമുക്ക് ലഭിക്കുന്നതിന് ബന്ധപ്പെടുക. PO ദേവസി, ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ ആൻഡ് ഏജൻറ്റ്, മുംബൈയിൽ 94 46 21 50 19. ഓക്കെ, താങ്ക് യു.